Good morning, all of you. Welcome to SJS Academy. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ 12th സെക്കൻഡ് യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. യൂണിറ്റ് നെയിം നിജു ഭാഷ ഉന്നതി ആഹേ. ദാറ്റ് മീൻസ് പേഴ്സണൽ ലാംഗ്വേജ് അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ വ്യക്തിഗത ഭാഷാ പുരോഗതി. അതാണ് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ്. ഈ യൂണിറ്റിലെ മെയിൻ ആയിട്ടും ഭാഷാസ്നേഹമാണ് ഈ യൂണിറ്റിലെ മെയിൻ ആയിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. 3 ചാപ്റ്റേഴ്സും ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നെയിം ആണ് സുറിനാം മെയിൻ പെഹ്ലാ ദിൻ. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ ഒരു യാത്രയില് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ സുറിനാം എന്ന പ്രദേശത്തിനെ കുറിച്ച് അവിടുത്തെ വിശേഷതകൾ എന്തൊക്കെയാണ്, അവിടെ ഹിന്ദി ഭാഷയ്ക്ക് ലഭിക്കുന്ന ആ ഒരു മഹാത്മ്യം എന്താണ്, അതൊക്കെയാണ് ഈ സഫർനാമയിലൂടെ ലേഖിക നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനായി ശ്രമിച്ചിരിക്കുന്നത്. സഫർനാമ മത്ലബ് യാത്രാ വൃത്താന്ത്, യാത്രാ വിവരണം. അങ്ങനെ ഒരു യാത്രാ വിവരണമാണ് നിങ്ങളുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ സുറിനാം മെയിൻ പെഹ്ലാ ദിൻ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഭാഷയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വിശ്വ ഹിന്ദി സമ്മേളനത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു സെക്കൻഡ് പേജ് ഉണ്ട്. സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളുടെ കോട്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് സുമിത്രാനന്ദ് പന്ത്ജി. സുമിത്രാനന്ദ് പന്ത്ജി ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദി ഹമാരി രാഷ്ട്ര കി അഭിവ്യക്തി കാ സരളതം സ്രോത് ഹൈ. ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആവിഷ്കാരത്തിന്റെ ഏറ്റവും ലളിതമായ ഉറവിടമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മറ്റൊരു വ്യക്തിയുടെ പേരുണ്ട് SK പൊറ്റക്കാട്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള പേരാണ്, അതുകൊണ്ട് എല്ലാവർക്കും പരിചിതമായിരിക്കും ഈ പേര്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം കോട്ട്സ് എന്താണ് അദ്ദേഹത്തിന്റെ കോട്ട് എന്ന് വെച്ചാൽ, മേരെ ഭാഗ്യമേ അഗ്ലാ ജന്മ ബദാ ഹെ തോ, എന്റെ ഭാഗ്യത്തിൽ ഇനി ഒരു ജന്മം കൂടി ഉണ്ട് എങ്കിൽ मैं आवारा के रूप में जन्म लेना चाहूंगा. ഞാൻ ഒരു ആവാരയായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ആവാര മത്ലബ് നാടോടി. ഞാൻ ഒരു നാടോടിയായി ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. താക്കി എന്തെന്നാൽ ഹമേഷ മൻമാന ഘൂം സക്കൂ, എന്നോളം എനിക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ സാധിക്കും. ഒരു നാടോടിയായി ജനിക്കാനാണ്, അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു നാടോടിയായി ജനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് SK പൊറ്റക്കാട് ജി ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് മഹത് വ്യക്തികളുടെ കോട്ട്സോട് കൂടിയാണ് നിങ്ങളുടെ ഈ സെക്കൻഡ് യൂണിറ്റിന്റെ സ്റ്റാർട്ടിങ്. अब हमारा सफर शुरू करें. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. സഫർ മത്ലബ് യാത്ര, സഫർനാമ മത്ലബ് യാത്രാ വൃത്താന്ത്, യാത്രാ വിവരണം. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് സെക്കൻഡ് യൂണിറ്റ് നിജു ഭാഷ ഉന്നതി ഹേയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സുറിനാം മെയിൻ പെഹ്ലാ ദിൻ എന്ന് പറയുന്നത് ഒരു സഫർനാമയാണ്, ഒരു യാത്രാ വിവരണമാണ്. ഹിന്ദി കി ദുനിയാമേ സഫർ ശുരു ഹോ. ഹിന്ദിയുടെ ലോകത്തേക്ക് നമുക്ക് കടക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് 3 ചാപ്റ്റേഴ്സും നിങ്ങളുടെ ലാംഗ്വേജിന്, ഹിന്ദി ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഭാഷാ സ്നേഹം തുളുമ്പുന്ന അല്ലെങ്കിൽ ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ഈ സെക്കൻഡ് യൂണിറ്റിലുള്ളത്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഈ ഒരു യാത്രാ വിവരണത്തിലേക്ക് കിടക്കുന്ന മുമ്പ് ഇതിന്റെ രചയിത ആരാണെന്നൊന്ന് നോക്കാം. ഓക്കെ, ഹിമാൻഷു ജോഷിജിയുടെ ഒരു നല്ല യാത്രാവൃത്താന്താണ് സുറിനാം മെയിൻ പെഹ്ലാ ദിൻ. അപ്പോൾ അവരെ കുറിച്ച് എന്താണ് കൊടുത്തേക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഹിമാൻഷു ജോഷി ഹിന്ദി കെ ബഹുമുഖി പ്രതിഭാവാൻ രചനാകാർ ഹെ. അവരെന്ന് പറയുന്നത് ഹിന്ദിയിലെ പല രൂപത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു രചനാകാർ ആണ്. हिंदी के लगभग सभी विधाओं में उन्होंने अपनी ലേഖനി ചലായി ഹെ. ഹിന്ദിയുടെ എല്ലാ വിധങ്ങളിലും, അതായത് ഇപ്പോൾ കവിതയാണെങ്കിലും ഉപന്യാസമാണെങ്കിലും ഏതർത്ഥത്തിലും എല്ലാ വിധങ്ങളിലും തന്റെ ലേഖനി, തന്റെ എഴുത്ത് ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹിമാൻഷു ജോഷി എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് മേ 1935 में उनका जन्म हुआ था. ഉത്തരാഖണ്ഡില് 1935 അവര് ജനിച്ചത്. പത്രകാരിത തഥാ ആകാശവാണി കി ക്ഷേത്ര में उन्होंने कार्य किया है. പത്രകാരിത അതായത് നമ്മുടെ ജേർണലിസവും അതുപോലെ തന്നെ ആകാശവാണി, ഈ 2 ക്ഷേത്രങ്ങളിലും ഈ 2 വിഭാഗങ്ങളിലും അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. യാത്രയും നോർവേ സുരക്ഷം കെ ആദി രാത്, ആദി ഉൻകെ ശ്രേഷ്ഠ യാത്രാ വൃത്താന്ത ഹെ. യാത്രയും അതുപോലെ തന്നെ നോർവേ സൂരജ് ചംകെ ആദി രാത്, ഇത് രണ്ടും അവരുടെ ശ്രേഷ്ഠമായിട്ടുള്ള യാത്രാ വിവരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്
ഹിമാൻഷു ജോഷിജിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു ചെറിയ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോ ലേഖികയെ കുറിച്ച് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഇനി എങ്ങോട്ട് കടക്കാം. സുരിനാമേം പഹലാ ദിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ യാത്രാ വൃത്താന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സുരിനാമേം പഹലാ ദിൻ, സുരിനാം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ പേരാണ് സുരിനാം എന്ന് പറയുന്നത്. ഓക്കെ, സുരിനാമിൽ എന്റെ ആദ്യ ദിനം, അതാണ് ചാപ്റ്ററിന്റെ പേര്, സുരിനാമിലെ ആദ്യ ദിനം. സുരിനാം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്നൊന്ന് നോക്കാം. സുരിനാം जो वर्ष 1975 तक डच उपनिवेश था, दक्षिण अमेरिका का उत्तर पूर्वी तट पर स्थित है। यह फ्रेंच गुयाना एवं गुयाना के मध्य, ब्राजील के उत्तर में स्थित है। इसका अधिकांश भूभाग लहरतर पहाड़ियों एवं संगरे दलदली तटवर्ती मैदानों से युक्त है. അപ്പോൾ സുരിനാം എന്ന് പറയുന്നത് 1975 വരെ ബ്രസീലിലെ ഒരു പ്രദേശം, ബ്രസീലിലെ പ്രദേശം സുരിനാം എന്ന പ്രദേശം ഒരു ഡച്ച് കോളനി ആയിരുന്നു 1975 വരെ. അപ്പോ അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ഫ്രഞ്ച് ഗയാനയ്ക്കും ബ്രസീലിനും മധ്യയാണ് സുരിനാം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാണാൻ വളരെ മനോഹരമാണ്. അവിടെ എന്താ പറയുന്ന പഹാടികൾ, മലകൾ കൊണ്ട് നിറഞ്ഞതും തടവർത്തികൾ കൊണ്ട് നിറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് സുരിനാം എന്ന് പറയുന്ന പ്രദേശം. ഈ സുരിനാമിൽ വെച്ചിട്ടാണ് 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ലേഖിക യാത്ര ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും ആ ദേശത്തിന്റെ പ്രത്യേകതകളും ആ ദേശം ഹിന്ദി എന്ന ഭാഷയ്ക്ക് നൽകുന്ന ഇമ്പോർട്ടൻസും ഒക്കെയാണ് ഈ ഒരു യാത്രാവൃത്താന്തത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് നൗ. സുരിനാമേ പെഹ്ലാ ദിൻ, സുരിനാമിലെ ആദ്യ ദിനം. भूगोल की पुस्तकों में कभी पढ़ा था, भूमध्य रेखीय प्रदेशों में भीषण गर्मी पड़ती है. भूगोल की पुस्तकों में कभी पढ़ा था, ഭൂഗോൾ की പുസ്തകം मतलब ജോഗ്രഫിയിൽ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖീയ പ്രദേശവും ഭീഷൺ ഗർമി പഡ്തി ഹൈ. ഈ ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിലെല്ലാം വളരെ ഭയാനകമായിട്ടുള്ള ഗർമി, ചൂട് അനുഭവപ്പെടുന്നു എന്ന്. പ്രായതഃ, അതോടൊപ്പം തന്നെ പ്രതിദിൻ ബാരിഷ് ഭി, അതോടൊപ്പം തന്നെ എന്തും അനുഭവപ്പെടുന്നുണ്ട്, എല്ലാ ദിവസവും മഴയും അവിടെ ലഭിക്കുന്നുണ്ട്. നല്ല മഴയും ലഭിക്കുന്നുണ്ട്, നല്ല ചൂടും ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഭൂമധ്യരേഖയെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമധ്യത്തിലായി കിടക്കുന്ന പ്രദേശങ്ങളിലെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഒരേ സമയത്ത് നല്ല ചൂടും ഭീഷൺ ഗർമി, ഭയാനകമായിട്ടുള്ള ചൂടും, അതോടൊപ്പം തന്നെ പ്രതിദിൻ ബാരിഷ്, ഓരോ ദിവസവും മഴ പെയ്യും. എല്ലാ ദിവസവും കൃത്യമായി മഴ വളരെ സുഗമമായി ലഭിക്കുന്ന പ്രദേശവും കൂടിയാണ് അവിടെ എന്ന് പറയുന്നത്. ഇസിലിയേ സംസാർ മേ സബ്സെ അധിക് ഘനെ വൻ ഇസി ക്ഷേത്രമേ പായ ജാത്ത ഹൈ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അധികം ഇടുങ്ങിയ വനങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. ബ്രസീൽ की 93% ഭൂമി ഗഹരി ഹരിയാലി സെ ആച്ഛാദിത ഹൈ. ബ്രസീലിലെ ഏകദേശം 93 മത്ലബ് 93% ഭൂമി എന്ന് പറയുന്നത്, അത്രത്തോളം ശതമാനം, 93% ഭൂമി എന്ന് പറയുന്നത് ഗഹരി ഹരിയാലി സെ ആച്ഛാദിത ഹൈ. അതായത് വളരെ ആഴത്തിലുള്ള ഹരിയാലി എന്ന് പറഞ്ഞ പച്ചപ്പ് കൊണ്ട് കവേർഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഏകദേശം 93% ഭൂപ്രദേശവും ബ്രസീലിലെ. ഓക്കെ, അതീത് കൈഹപ്പട ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹൈ. ഇതെല്ലാം നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. പണ്ട് എപ്പോഴോ ജോഗ്രഫിയിൽ ലേഖിക കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് ലഭിക്കുന്ന പ്രദേശമാണ്, അതോടൊപ്പം എല്ലാ ദിവസവും മഴ ലഭിക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഇടുങ്ങിയ വനങ്ങൾ ഈ ഭാഗങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. ബ്രസീലിലെ ഏകദേശം 93% ഭൂപ്രദേശവും വളരെ ആഴത്തിലുള്ള പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് നമ്മൾ ജോഗ്രഫിയിൽ എപ്പോഴോ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതീത് കയഹപ്പട ആജ് പ്രത്യക്ഷ ദേഖ് രഹേ ഹൈ. അതീത് എന്ന് വെച്ചാൽ പാസ്റ്റ്, അതീത് കഴിഞ്ഞ കാലം. പാസ്റ്റിലെ ആ ഭൂതകാലത്തിലെ ആ ഒരു പഠിച്ച ആ ഒരു കാര്യം ഇന്ന് ഞാൻ പ്രത്യക്ഷമേ ദേഖ് രഹേ ഹൈ, പ്രത്യക്ഷത്തിൽ ഇന്ന് ഞാൻ കാണാൻ പോകുകയാണ്. വിമാൻ സേ ഝാക് രഹേ ഹൈ. വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, അത് തിരയുകയാണ്, അത് ആസ്വദിക്കുകയാണ്. നീലാജൽ, നീല നിറത്തിലുള്ള ജലങ്ങളും നീലാജൽ മീൻസ് നീല നിറത്തിലുള്ള ജലം, അതായത് കടൽ ഭാഗത്തിന്റെ ഇതാണ് പറയുന്നത്.
കാലെ ഘനെ ബാദൽ, ആകെ ഇരുണ്ട് കിടക്കുന്ന ആ ഒരു മേഘങ്ങളും, और दूर कहीं हरियाली के छींटे, അതുപോലെ തന്നെ ദൂരെ എവിടെയോ ഹരിയാലിയുടെ കണങ്ങൾ, അതായത് പച്ചപ്പിന്റെ ആ ഒരു കണങ്ങൾ നിറഞ്ഞ് ദൂരെ നിൽക്കുന്നതുമായിട്ട് ആർക്ക് തോന്നുകയാണ്? ലേഖിക ഈ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് കാണുകയാണ്. विमान उतरते की प्रक्रिया, उतरने की प्रक्रिया में धीरे धीरे धरती की ओर झुक रहा है. विमान उतरने की प्रक्रिया, प्रक्रिया मतलब प्रोसेस, പ്രവർത്തനം. ഓക്കെ, വിമാൻ ഉത്തർനേക്ക്, വിമാനം ഇറങ്ങുന്ന ആ ഒരു പ്രക്രിയ ധീരെ ധീരെ ധർത്തിക്ക് ഓർ ചുക് രഹാ ഹെ, ആ ഒരു പ്രവർത്തനം നമുക്കറിയാലോ. വിമാനം താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത് ലാൻഡിംഗ് എന്ന് പറയുന്നത് പതുക്കെ 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 ആ ഭൂമിയിലേക്ക് താഴ്ന്നു താഴ്ന്നു വരികയല്ലേ ചെയ്യുന്നത്. അതാ പറയുന്നത് വിമാൻ ഉത്തർനേക്ക് പ്രക്രിയാമേ ധീരെ ധീരെ ധർത്തിക്ക് ഓർ ചുക് രഹേ ഹെ, കുനിയുകയാണ് വിമാനം, കുനിഞ്ഞ് ഭൂമിക്ക് ഓർ ചുക് രഹേ ഹെ, ഭൂമിയിലേക്ക് കുനിഞ്ഞു വരികയാണെന്നാണ് പറയുന്നത്. യാത്രിയോं का कौतूहल भी बढ़ता चला जा रहा है, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ യാത്രികൾ, ഈ വണ്ടിയിലിരിക്കുന്ന യാത്രക്കാരുടെ കൗതൂഹൽ എന്ന് പറഞ്ഞ ആകാംക്ഷ വീണ്ടും ബഡ്താ ചലാ ജാ രഹാ ഹെ, അവിടേക്ക് എത്തുകയാണ്, സുരിനാം എന്ന പ്രദേശത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ കാണാനുള്ള അവരുടെ ആ ഒരു ആകാംക്ഷ അത് വീണ്ടും ബഡ്താ ചലാ ജാ രഹാ ഹെ, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. लगभग 20,000 किलोमीटर की लंबी यात्रा के पश्चात एक प्रकार के सुकून का एहसास, ഏകദേശം 2000 കിലോമീറ്റർ, സോറി 20,000, 2000 അല്ല 20,000 കിലോമീറ്റർ की लंबी यात्रा के पश्चात, 20,000 കിലോമീറ്റർ യാത്ര ചെയ്തതിന്റെ അവസാനം एक प्रकार का सुकून का एहसास हो रहा है, അതായത് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ആശ്വാസം, ഒരു സന്തോഷത്തിന്റെ ഒരു ഫീലിങ്സ് ആണ്. എഹസാസ് മീൻസ് ഫീലിംഗ് ആണ് ഉളവാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. जिस हिंदी को, ഏതൊരു ഹിന്ദിയെയാണോ भोजपुरी अवधि के रूप में हनुमान चालीसा तथा रामचरित मानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे अपने साथ, और जिसे उन्होंने तूफान के बीच दिए की तरह जलाया रखा, आज 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. जिस हिंदी को, ഏതൊരു ഹിന്ദിയാണോ ഭോജ്പുരി അതുപോലെ തന്നെ അവധി, ഭോജ്പുരി അവധി എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ട് ഭാഷയുടെ, നമ്മുടെ ഹിന്ദി ഭാഷയുടെ രണ്ട് രൂപങ്ങളാണ്. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ നമുക്ക് പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ, പിന്നീട് അത് എടുത്തു പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്ത് പറയുകയാണ്. ഹിന്ദി ഭാഷയുടെ ബോലിയ എന്ന് പറയുന്നത് 17 എണ്ണം ഉണ്ട്, 17 ബോലികളാണുള്ളത്. 17 ബോലിയാണുള്ളത്. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭോജ്പുരി, മേവാതി, വ്രജഭാഷ, ഛത്തീസ്ഗഢി, ഖടി ബോലി, അവധി, മഗഹി, പശ്ചിമി പഹാड़ी, कुमायूनी, गढ़वाली, मारवाड़ी, जयपुरी, मालवी, हरियाणी, मैथिली, कन्नौजी, बुंदेली, बघेली, ये सब 17 बोलियां हैं हिंदी भाषा में. उनमें से 2 है भोजपुरी और അവധി. ആ 17 ബോലികളിൽ, അതായത് സംസാര ഭാഷകളിൽ 2 എണ്ണമാണ് ഹിന്ദിയുടെ 2 ബോലിയാണ്, 2 സംസാര ഭാഷ രൂപമാണ് ഭോജ്പുരിയും അവധിയും. ഓക്കെ, അപ്പോ ഇനി തുടങ്ങാം. जिस हिंदी को भोजपुरी अवधि के रूप में हनुमान चालीसा तथा रामचरित मानस आदि धर्म ग्रंथों के माध्यम से भारत से जाते समय वे ले गए थे. कौन? सूरीनाम के लोग. सूरीनाम में जो लोग हैं या वो लोग हमारी हिंदी भाषा के जो रूप है भोजपुरी और अवधि, इन दोनों रूपों को किस तरह ले गए थे? ഹനുമാൻ ചാലീസ അതുപോലെ തന്നെ രാംചരിത് മാനസ് എന്ന് പറയുന്ന 2 ധർമ്മ ഗ്രന്ഥങ്ങളിലൂടെ, അതിലൂടെ ഭാരതത്തിൽ നിന്ന് അവർ നമ്മുടെ ഈ 2 ഭാഷാ രൂപങ്ങളെ, ഹിന്ദി ഭാഷാ രൂപങ്ങളെ കൂടെ കൊണ്ടുപോയായിരുന്നു. അപ്നെ സാത്ത് വോ ലേ ഗയേ ഥേ, അവർ എന്നിട്ട് അവർ എന്താ ചെയ്തത്? ജിസെ, ആ 2 ഭാഷകളെ ഉन्होंने തൂഫാൻ കെ ബീച്ച് ദിയേ കി തരഹ് ജലായ രഖ, തൂഫാൻ കൊടുങ്കാറ്റിന്റെ ഇടയിൽ തെളിയിക്കുന്ന ദീപം പോലെ അവര് തെളിയിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഭാഷ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ആജ് 130 साल बाद वह एक नए रूप में साकार होकर उपस्थित हो रहा है. ഇന്ന് ഏകദേശം 130 മീൻസ് 130 വർഷങ്ങൾക്ക് ശേഷം വഹ ഏക് നയേ രൂപമേ, ആ കൊണ്ടുപോയ ഭാഷയെ ഒരു പുതിയ രൂപത്തിൽ ആക്കി നിലനിർത്തി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്കാ വൈശ്വിക് സ്വരൂപ് ഉഭർ രഹാ ഹൈ, ഒരു വിശ്വരൂപമാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. वह अब गिरमीडिया श्रमिकों की ही नहीं, गिरमीडिया श्रमिक എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്ട് തൊഴിലാളികളെയാണ് ഗിർമീഡിയ ശ്രമിക് എന്ന് പറയുന്നത് കേട്ടോ. അതായത്
ഈ തൊഴിലാളികളുണ്ടല്ലോ, കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഗിർമീഡിയ ശ്രമിക് എന്ന് പറയുന്നത്. തൊഴിലാളികളുടെ ഭാഷ മാത്രമല്ല, പകരം ശാസകവും और രാഷ്ട്രാധ്യക്ഷവും की भी ഭാഷ बन गई है. ഈ തൊഴിലാളികളുടെ, ഈ കോൺട്രാക്റ്റിൽ പോകുന്ന ഈ തൊഴിലാളികളുടെ ഭാഷ മാത്രമല്ല, പകരമോ അവിടുത്തെ രാഷ്ട്രീയ അധ്യക്ഷന്മാരുടെയും അതുപോലെ തന്നെ ശാസകവും ഭരണാധികാരികളുടെയും ഭാഷയായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. जो संसार के 120 देशों में किसी न किसी रूप में अपनी उपस्थिति का एहसास जता रही है. അത് ഈ ലോകത്തിലെ ഏകദേശം 120 देशों में किसी न किसी 120 രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ദേശങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ അത് അതിന്റെ സാന്നിധ്യം, അനുഭൂതി, സാന്നിധ്യം തെളിയിക്കുന്നു അല്ലെങ്കിൽ ഫീൽ ചെയ്യിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. मॉरिशस, त्रिनिदाद, ब्रिटेन के पश्चात विश्व हिंदी सम्मेलनों की यह 7वीं यात्रा है. മോറീഷ്യസിലും ത്രിനിദാദിലും ബ്രിട്ടനിലൊക്കെ വിശ്വ ഹിന്ദി സമ്മേളനം ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. അവിടത്തിനൊക്കെ ശേഷം ഇത് സുരിനാമിൽ ഇത് 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തിലേക്കുള്ള യാത്രയാണ്. 7वीं मंजिल, 7ാമത്തെ ലക്ഷ്യം. मंजिल मतलब लक्ष्य. 130 साल पहले जो प्रथम भारतीय श्रमिक यहाँ आए थे. 130 साल पहले, അതായത് 130 വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിലെ ആദ്യത്തെ ആ ഒരു ലേബറർ, അതായത് കോൺട്രാക്ട് തൊഴിലാളി ഇവിടെ വന്നിരുന്നത് ഒരു 130 വർഷങ്ങൾക്ക് മുന്നെയാണ്. സൂരിനാമിലെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു കോൺട്രാക്ട് ലേബറർ എത്തിയത്. ഉൻകെ ആഗമൻ കി സ്മൃതിമേം, അവരുടെ വരവിന്റെ ഓർമ്മയിൽ, സ്മൃതിമേം ഇസ് ഹിന്ദി മഹാപർവ് കാ ആയോജൻ ഹോ രഹാ ഹൈ. അവരുടെ ആ ഒരു വരവിന്റെ അല്ലെങ്കിൽ അവരെത്തിച്ചേർന്നതിന്റെ ഓർമ്മയിലാണ് നമ്മൾ ഈ ഹിന്ദിയുടെ ഒരു മഹാപർവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ അവിടെ കൊണ്ടാടാനായി തീരുമാനിച്ചിരിക്കുന്നത്. भारत के अलावा अनेक देशों के हिंदी लेखक, हिंदी प्राध्यापक, हिंदी प्रचारक, हिंदी सेवी अपनी उपस्थिति का एहसास जता रहा है. നമ്മുടെ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല, ഭാരതത്തിന് പുറത്തുമുള്ള ഒരുപാട് ഹിന്ദി സ്നേഹിക്കുന്ന ആൾക്കാർ, ഹിന്ദി ലേഖകന്മാർ, ഹിന്ദി പ്രാധ്യാപകന്മാർ, അധ്യാപകർ, അതുപോലെ തന്നെ പ്രസാർ കർണേവാലെ, പ്രചാരക് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷയെ കൂടുതൽ വിപുലമായി പ്രചാരണം നൽകുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ സാന്നിധ്യം നമ്മുടെ ഈ വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ സാന്നിധ്യം തെളിയിക്കുന്നുണ്ട്. लगभग 4.5 लाख ആബാദി വാലെ ഇസ് ദേശ് മേം, ആ ദേശത്തിലെ ആബാദി വാലെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ എന്ന് പറയുന്നത് 4.5 लाख ആണ്. ഏകദേശം 4.5 ലക്ഷം ജനസംഖ്യയാണ് ആ ദേശത്തിലുള്ളത്. ജിസ്കെ 37%, അതില് 33% ആൾക്കാരും ഭാരതീയ മൂൽ കെ ഹെ, ഇന്ത്യൻ വംശജരാണ്. മനസ്സിലായില്ലേ? ഈ സൂരിനാം എന്ന് പറയുന്ന ഈ ദേശത്തിലെ ആബാദി ജനസംഖ്യ എന്ന് പറയുന്നത് 4.5 ലക്ഷമാണ്. അതിൽ ഏകദേശം 33% ജനങ്ങളും ഭാരതീയ വംശജരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവത്ര ഭാരതീഹി ഭാരതീയ ദിഖ് രഹേ ഹെ, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നോക്കുമ്പോൾ ഭാരതീയരെ കാണുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് തോന്നുന്നത്. പാരാമാരിബോ ഷഹർ സൂരിനാമി നഹി ഏക് ഭാരതീയ ഷഹർ ജൈസാ ലഗ് രഹാ ഹെ. പാരാമാരിബോ എന്ന് പറയുന്ന ഈ ഒരു ഷഹർ, ഈ ഒരു പട്ടണം സൂരിനാമിയിലെ അല്ല, പകരം ഭാരതത്തിലെ ഒരു പട്ടണമായിട്ടാണ് തോന്നുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. दिनांक 6 जून को प्रातः सम्मेलन का शुभारंभ करते हुए सूरीनाम के अफ्रीकी मूल के राष्ट्रपति रोनाल्डो वेनिस्टियान ने अपनी उद्बोधन में कहा था. അതായത് ജൂൺ 6-ാം തീയതിയാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ശുഭാരംഭം കുറിച്ചത്. ആ ഒരു ശുഭാരംഭത്തിൽ ആഫ്രിക്കൻ വംശജനായ രാഷ്ട്രപതി റൊണാൾഡോ വേനിസ്റ്റിയാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സൂരിനാം ഓർ ഭാരത് കെ ബീച്ച് പ്രഗാഡ് ആത്മീയ സംബന്ധ ഹൈ. സൂരിനാമിന്റെയും അതുപോലെ തന്നെ ഭാരതത്തിന്റെയും ഇടയിൽ ബീച്ച് പ്രഗാഡ്, അഗാധത്തിലുള്ള ഒരു ആത്മീയ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം
സൂചിപ്പിച്ചത്. दोनों देश अनेक अर्थों में एक दूसरे से गहरे जुड़े हैं. രണ്ട് ദേശങ്ങളും പല അർത്ഥങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിലും പരസ്പരം ഒരുപാട് ആഴത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ജുഡേ ഹെ, കൂടിച്ചേർന്ന് കിടക്കുന്നു. दोनों के बीच पुराने ഭാഷായി സംബന്ധ ഹെ, രണ്ട് ദേശത്തിന്റെയും ഇടയിൽ പഴയ ഒരു ഭാഷായി സംബന്ധമുണ്ട്, ഭാഷ മുഖേനയുള്ള ഒരു ബന്ധമുണ്ട്. ഭാഷ ഭാവോം കി അഭിവ്യക്തി കാ സശക്ത് മാധ്യം ഹോത്തി ഹെ. ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഭാവങ്ങളെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സശക്തമായിട്ടുള്ള ഒരു സ്രോതാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമമാണ് ഭാഷ എന്ന് പറയുന്നത്. ഹിന്ദിക്ക് ജനനി സംസ്കൃത് കി അപ്നി വിശേഷണായ ഹെ. ഹിന്ദിയുടെ ജനനി ആരാണ്? സംസ്കൃത ഭാഷയാണ്. ആ ഭാഷയ്ക്ക് ആ ഭാഷയുടേതായിട്ടുള്ള വിശേഷതകളുണ്ട്. उसके साथ साथ आज विश्व हिंदी के प्रमुख भाषा के रूप में हिंदी भी उभर रही है. അതിനോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ, ഹിന്ദിയുടെ ജനനി, അമ്മയായ ഭാഷയാണ് സംസ്കൃത ഭാഷ. ആ ഭാഷയോടൊപ്പം തന്നെ ഇന്ന് വിശ്വക്ക് ഏക് പ്രമുഖ ഭാഷാക്കെ രൂപമേ, ലോകത്തിലെ തന്നെ ഒരു പ്രമുഖമായ ഭാഷയുടെ രൂപത്തിൽ ഹിന്ദിയും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. सूरीनाम में हिंदी के प्रचार प्रसार में, हिंदी को आम आदमी तक पहुंचाने में हिंदी फिल्मों तथा संगीत का भी विशेष योगदान रहा है. सूरीनामिले ആ ഒരു ഹിന്ദി ഭാഷയുടെ, അതായത് उसके साथ साथ आज विश्व की प्रमुख भाषा के रूप में हिंदी आ गई है. ओके, സൂരിനാമിയും ഹിന്ദിക്ക് പ്രചാർ പ്രസാർ, സൂരിനാമില് ഹിന്ദി ഭാഷയുടെ ആ ഒരു പ്രക്ഷേപണം, അതായത് നമ്മൾ ഏതൊരു ഭാഷയും ഒരുപാട് പേര് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ കേട്ട് വരുമ്പോഴാണ് നമ്മൾ അതിനെ പഠിക്കുന്നത് അല്ലെ. അപ്പൊ പ്രക്ഷേപണം ചെയ്തതിലൂടെ സൂരിനാമിന്റെ ഹിന്ദി ഭാഷയുടെ ആ ഒരു പ്രക്ഷേപണം എന്ന് പറയുന്നത്, അതിനെ കൂടുതൽ സ്വാധീനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിക്ക് ആം ആദ്മി തക് പहुंचाने, സാധാരണ ജനങ്ങളിൽ നമ്മുടെ ഹിന്ദി ഭാഷയെ എത്തിക്കുന്നത് ഹിന്ദി ഫിൽമോം, ഹിന്ദി സിനിമകൾക്കും അതുപോലെ തന്നെ സംഗീത് മതലബ് ഹിന്ദി ഫിലിം സോങ്സ്, സംഗീതങ്ങൾക്കുമെല്ലാം വളരെയധികം വിശേഷമായിട്ടുള്ള സംഭാവന ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ദേശത്ത് സൂരിനാമില് നമ്മുടെ ഹിന്ദി ഭാഷയെ പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഹിന്ദി സിനിമകൾക്കും ഹിന്ദി സംഗീതങ്ങൾക്കും ഒരു വിശേഷമായിട്ടുള്ള സംഭാവന ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ശരി, അതുപോലെ തന്നെ സോങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിലും ശരി, അവർക്ക് ഈ ഒരു ഭാഷയെ ആ ഒരു പ്രദേശത്തിൽ കൂടുതൽ പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഒരു പ്രമുഖമായിട്ടുള്ള വിശേഷമായിട്ടുള്ള ഒരു സംഭാവന, പങ്ക് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി ചലച്ചിത്രോं के प्रति सूरीनाम के भारत वंशियों का ही नहीं, ഹിന്ദി സിനിമകളോട് സൂരിനാമിലെ ഭാരതവംശികളായ ആൾക്കാർക്ക് മാത്രമല്ല, പകരമോ അന്യ സൂരിനാമി ലോഗോं का भी गहरा लगाव है, അവർക്ക് മാത്രമല്ല ബാക്കിയുള്ള അവിടെ സൂരിനാമിലെ പ്രദേശവാസികൾക്കും ആ ഒരു ഹിന്ദി ഫിലിംസിനോട് ഭയങ്കര അഗാധത്തിലുള്ള ഒരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. एक दीप प्रज्वलित होते ही लगा कि एक साथ न जाने कितने जगमगाते दीपक जल रहे हैं. एक दीप प्रज्वलित होते हुए, ഒരു ദീപം തെളിയിച്ചതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ തെളിഞ്ഞതിനോടൊപ്പം തന്നെ ഏക് സാത്ത് ലഗ് രഹാ ഹെ, തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഏക് സാത്ത് ഒരുമിച്ച്, ന ജാനെ അറിയില്ല, കിത്നി ജഗ്മഗാത്തെ ദീപക് ജലുടെ ഹെ, പൊടുന്നനെ, ജഗ്മഗാന മത്ലബ് പൊടുന്നനെ, പെട്ടെന്ന് തന്നെ ഒരു ദീപം ഒന്ന് ത്തിനോടൊപ്പം തന്നെ ഒരുപാട് ദീപങ്ങൾ എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല, പെട്ടെന്ന് തെളിഞ്ഞ പോലുള്ള ആ ഒരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സൂരിനാമി ഭാരത് വംശിയോं का उत्साह देखने योग्य था. സൂരിനാമിലുള്ള ആ ഒരു ഭാരത വംശീയരുടെ അവരുടെ ആ ഒരു ഉത്സാഹം കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭൂതിയാണ്, അതൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നാണ് ലേഖിക പറയുന്നത്. കहीं ऐसा एहसास हो रहा था जैसे 130 साल से बिछुड़े बंधु आज फिर गले मिल रहे हैं. കഹി ऐसा एहसास हो रहा है, അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്ന, ഇത് കാണുമ്പോഴുണ്ടാവുന്ന ലേഖയ്ക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് എന്താണ്? 130 साल से बिछुड़े बंधु, बिछुड़े बंधു എന്ന് പറഞ്ഞാൽ അകന്നു നിന്ന, बिछुड़े बंधु, बिछुड़े എന്ന് പറഞ്ഞാൽ അകന്ന് നിന്ന, ബന്ധുമിത്രാദി, അതായത് ഏകദേശം 130 വർഷങ്ങളോളം അകന്ന് നിന്ന ബന്ധുക്കൾ ആജ് ഫിർ ഗലേ മിൽ രഹേ ഹെ, ആ ബന്ധുക്കൾ ഇന്ന് ഒരുമിച്ച് കൈകോർത്ത് അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു, ഗലേ മിൽ രഹേ ഹെ, കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു എന്നാണ്. ആ എന്താ പറയണേ, കെട്ടിപ്പിടിക്കുന്നു, അവരെ കൂടുതൽ സന്തോഷത്തോടെ പരസ്പരം ഒന്നു ചേരുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, പുണരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരത് മിലാപ് ബഹുത് ആഹ്ലാദിത് കർ രഹാ ഹെ,
ഈ ഒരു ഭാരത് മിലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നെ തന്നിട്ടുണ്ട്. ഏക് ആലങ്കാരിക് പ്രയോഗം, ആലങ്കാരികമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഭാരത് മിലാവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സഹോദരൻ, കുറച്ച് നാളകന്ന് നിന്നൊരു സഹോദരൻ വേറൊരു ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു അടുപ്പം അതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് മിലാവ് എന്ന വാക്ക് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ലേഖികയും ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂരിനാമിലെ ആ ഭാരതവാസികളുടെ ആ ഒരു സ്നേഹബന്ധത്തെ, കണ്ടപ്പോഴുള്ള ആ ഒരു സ്നേഹബന്ധത്തെ, അടുപ്പത്തെ ഈ ഒരു വാക്കിലൂടെ ലേഖികയും നമുക്കായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, യഹ് ഭാരത് മിലാവ് ബഹുത് ആഹ്ലാദിത് കർ രഹാ ഹൈ. ഈ ഒരു ഭാരത് മിലാവ് എന്ന് പറയുന്നത് അത് വളരെയധികം സന്തോഷം നൽകുകയാണ്. ആഹ്ലാദിത് കർണ മത്ലം സന്തോഷിപ്പിക്കുക. ഈ ഒരു ഭാരത് മിലാവ് കാണുമ്പോൾ, ഇവരുടെ ഈ ഒരു അടുപ്പം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ് എന്നാണ് ലേഖിക ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഈ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ സുരിനാം में पहला दिन. ഇതൊരു യാത്രാവൃത്താന്താണ്. അപ്പോൾ ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഞാൻ അടുത്ത ക്ലാസ് ആയിട്ട് ചെയ്യാം. കാരണം ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണല്ലോ. അപ്പോൾ ഇതിന്റെ കൂടെ ചെയ്യേണ്ട അടുത്ത ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ അതിൽ പോസ്റ്റർ ഉണ്ട്, പിന്നെ വാർത്താലാപ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം ഭാഷൺ ഉണ്ട്, അതായത് പ്രസംഗമുണ്ട്. ഇതെല്ലാം ഞാനൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു അടുത്ത് തന്നെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്ലാസ്സസ് പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്